ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇപ്പോഴാണ് വ്ളോഗ് ഇടുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞു വന്നത് ഇത് ഷഹ്സ, എൻ്റെ അനിയത്തിയുടെ ബേബിയാണ്. ഇതുവരെ ഞാൻ ഒരു വീഡിയോയിലും കുഞ്ഞിൻ്റെ ഫോട്ടോ വീഡിയോസ് ഒന്നും ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് കുഞ്ഞ്. പിന്നെ ഞാനെന്താ അപ്പവും ചിക്കൻ കറിയും കഴിച്ചിട്ട് രാവിലെ തന്നെ ഞാൻ ഉമ്മായും കൂടി പുറത്തോട്ട് പോവാണ്. നമുക്ക് നടേറ വരെ പോകണമായിരുന്നു. വെറുതെ പോകുന്നൊന്നുമല്ല, വാപ്പാടെ വീട്ടിലോട്ട് പോവാണ്. വാപ്പാടെ വീടല്ല, വാപ്പാടെ പെങ്ങടെ വീട്. ഇന്നത്തെ പരിപാടി മൊത്തം ഇനി അവിടെ ആയിരിക്കും. ഈ ഹെൽമെറ്റ് വെച്ച് കണ്ടറിയത്തില്ലേ, ഉമ്മയാണ് ഡ്രൈവിങ്. അപ്പോൾ ഉമ്മയുടെ ഡ്രൈവിങ് നിങ്ങൾക്കറിയില്ല, ഞാൻ മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു ഭയങ്കര സ്പീഡാണ്. സ്പീഡെന്ന് പറയുമ്പോൾ എൻ്റെ മുടി എല്ലാം പോയി ഗൈസ്, അതൊന്നും നമുക്കൊരു വിഷയമല്ല. പിന്നെ നേരെ ചെന്നത് ഒരു സാരി എടുക്കാനാണ്. വാപ്പാടെ ഉമ്മാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വാപ്പ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു സാരി എടുത്തുകൊണ്ട് കൊടുക്കണേന്ന്. അങ്ങനെ നമ്മളൊരു സാരി എടുത്തിട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണ്. കൊടുക്കുവാണെങ്കിൽ വാപ്പ തന്നെ കൊടുക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ ഒരു ഇത്. പിന്നെ നമ്മൾ നേരെ ഒരു കടയിൽ ചെന്ന് ഒരു വീട്ടിൽ ചെല്ലുമല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകണ്ടേ. അങ്ങനെ അവിടെ ചെന്നിട്ട് മധുരമില്ലാത്ത ബിസ്ക്കറ്റും പിന്നെ ഈ ഫറാറാച്ചി എനിക്ക് വേണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോയി ഗൈസ്. അപ്പോൾ ഇതാണ് വീട്. ഓടുവഴി ഈടുവഴിയൊക്കെ കൂടെയാണ് കയറിയത്. അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ എല്ലാവരും എന്നെ കുറ്റം പറയണം, ലിപ്സ്റ്റിക് ഇട്ടങ്ങ് വന്നേക്കുക. പിന്നെ നമ്മൾ കയറി. ഇതൊക്കെയാണ് വാപ്പാടെ കുടുംബക്കാർ, വാപ്പാടെ ഉമ്മായും എല്ലാവരും ഉണ്ട്. പിന്നെ എന്നെങ്കിലും മൈലാഞ്ചിയൊക്കെ ഇട്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരുവാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടായി, കൂത്തായി, ബഹളമായി, കഥയായി, എല്ലാം കൂടെ എല്ലാവരും ഇങ്ങനെ കേട്ട് രസിച്ചങ്ങിരിക്കുമായിരുന്നു. പിന്നെ വാപ്പ വന്നിട്ട് സാരിയും കൊടുത്ത് ആള് സന്തോഷത്തിലാണ്. പിന്നെ ആക്കത്തിനെ കയറിയിട്ട് മിറർ ഫോട്ടോ എടുത്ത് പിന്നെ അതെനിക്കൊരു ശീലമായതുകൊണ്ട് പിന്നെ അതങ്ങ് എടുത്തോണ്ടിരുന്ന്. പിന്നെ ഇതാണ് എൻ്റെ കസിൻ ചെറുക്കൻ. ഹലോ ഗൈസ്, ഈദ് മുബാറക്ക്. നമ്മുടെ ബാപ്പാരെ കൊച്ചു പെങ്ങള് എന്താ ഉണ്ടാക്കുന്നത്? ബിരിയാണി. ഇന്നൊന്നും കഴിക്കാൻ പറ്റൂല. ഇപ്പം ആള് നല്ല വൈബിലായിരുന്നു, നല്ല ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആൾ ഉണ്ടാക്കുന്നത് തന്നെ വെജിറ്റബിൾ പുല്ലാപ്പാണ്. പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇതല്ലേ ഇതിൻ്റെ ഉമ്മ. പിന്നെ ഇത് എൻ്റെ വാപ്പാടെ മൂത്ത അപ്പച്ചി എന്ന് പറഞ്ഞാൽ മൂത്ത അപ്പച്ചിയാണ്. പെരുന്നാളിന്റെ പരിപാടിയാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ എന്തോ ഉണ്ടാക്കുന്നത്? വെജിറ്റബിൾ ബിരിയാണി. മറ്റേ ബിരിയാണി കാണിച്ചായിരുന്ന വെജിറ്റബിൾ ബിരിയാണി, പിന്നെ നേരത്തെ കഴിച്ച ചിക്കൻ ബിരിയാണി. വീട്ടിൽ ഇന്ന് 3 ബിരിയാണി ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ പുലാവ് അതിപ്പോൾ ബാമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ എന്തൊക്കെയോ ബിരിയാണി. പിന്നെ ഞാൻ ഹാളിൽ വന്നപ്പോഴത്തേക്ക് ഗെയിം കളിക്കുന്നു. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഞാനും കളിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ റിമോട്ടാണെങ്കിൽ പിടിച്ച് മേടിച്ച് കളിക്കാൻ ആരംഭിച്ചു. ഗൈസ്, ആരംഭിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്. എനിക്കിതിൻ്റെ ടെക്നിക്ക് അറിയത്തില്ല. സോ ഞാൻ അതിലത് പൊട്ടിപ്പോയി ഗൈസ്. ഞാൻ അധികം നേരം അവിടെ ഇരുന്നില്ല ഗൈസ്. ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്ക് ഉമ്മയല്ല ഭാമ അവിടെ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നതിൻ്റെ തിറകിലാണ്. അപ്പം വെജിറ്റബിൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു അറിയത്തില്ല, എന്തോ ഒരു ഫ്രൂട്ടാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പൊതിന. വെളുത്തുള്ളി, ഇഞ്ചിയും പൊതിനയും. ഇത് വെജിറ്റബിൾ പുലാവ്. ആയോ? ദമ്മില് സമയം ഞാൻ അവിടെ ഇരുന്ന് കറങ്ങി നിൽക്കാതിരിക്കാനായിരിക്കും എനിക്കൊരു ചക്ക തന്നത്. ചക്കയിൽ നിന്നുകൊണ്ട് ഞാൻ ഹാളിൽ ഇരുന്നപ്പോഴൊരു മാസ് എൻട്രി വരുന്നത്. മാസ് എൻട്രി വന്നതോടെ പിന്നെ അവിടെ പിള്ളേർ സെറ്റ് ഫ്രീ ഫയർ കളിയായിരുന്നു. എന്താ ചെയ്യുക, പിള്ളേരങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം ഞാനും കളിക്കും ഫ്രീ ഫയർ. പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്കും അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാണ്. പിന്നെ ചിക്കൻ ബിരിയാണി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റേ പുലാവൊക്കെ റെഡിയായി. പുലാവ് ഞാൻ കഴിച്ചില്ല ഗൈസ്. ഇത് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കേട്ടോ, ബാമ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ അതും കഴിച്ചു നോക്കി. ഞാൻ പിന്നെ ഈ ചിക്കൻ ബിരിയാണി കഴിച്ചു. ഒന്നും പറയില്ല ഗൈസ്, രണ്ടും ഒന്നിനൊന്നും മിച്ചം. ഇനി ഞാൻ രണ്ടും കഴിച്ചു, ഫുള്ള് കഴിച്ചു. പിന്നെ നേരെ വീട്ടിൽ പോയി ഗൈസ്. വീട്ടിൽ പോയപ്പോൾ ഒരു ചായയും കുടിച്ചു. പിന്നെ ഈ ഒരു ചിപ്സും കഴിച്ചു. പെട്ടെന്നാണ് രാത്രിയായ പിന്നെ പാലട കഴിച്ചു. പാലട എന്ന് പറയുമ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു സാധനമാണ്. ഇത് ഉമ്മ ഉണ്ടാക്കും ഗൈസ്. എൻ്റെ പൊന്നോ, നമ്മളെല്ലാ പെരുന്നാളും ഇത് ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നെ 3 എടുത്തിട്ടുള്ളൂ. വീഡിയോ റെക്കോർഡിങ് ആയതുകൊണ്ട് 3. പിന്നെ അത് കഴിഞ്ഞ് എടുക്കും. പിന്നെ ഈ പാലടയും ചിക്കൻ കറിയും ചിക്കൻ പൊടിച്ചതും കൂട്ടി കഴിച്ചു നോക്കി ഗൈസ്. എൻ്റെ പൊന്നോ,
സ്വർഗം. അപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.